നമുക്കൊരു ദേശീയ വാർത്തയാണ്. ഡൽഹി മെറോളിയിൽ 5 നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. 2 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 9 പേരെ രക്ഷപ്പെടുത്തി. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം. വിവരങ്ങൾ നൽകാൻ നന്ദഗോപൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. നന്ദൻ, ഡൽഹിയിൽ നിന്നും ഒരു ഗുഡ് മോർണിംഗ് പറയാനുള്ള ഒരു സാഹചര്യമല്ല. നമ്മൾ കേരളത്തിലെ സന്തോഷകരമായ വാർത്തകളൊക്കെ ചർച്ച ചെയ്ത് ഡൽഹിയിൽ എത്തുമ്പോൾ അവിടെ രാവിലെ തന്നെ വരുന്നത് കെട്ടിടം തകർന്നുണ്ടായ ഒരു അപകടം, 2 പേർക്ക് ജീവൻ നഷ്ടമായി. എങ്ങനെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? എത്ര പേരാണ് ഈ കെട്ടിടത്തിൽ അകപ്പെട്ടു പോയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം പരിക്കേറ്റവരുടെ എണ്ണം കൂടി വ്യക്തമാക്കാം നന്ദൻ. അശ്വതി, ഇന്നലെ വൈകുന്നേരമാണ് ഈ 5 നില കെട്ടിടം തകർന്നു വീണത്. ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ഏതാണ്ട് 15 പേരോളം അകപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമായിരുന്നത്. ഇവർ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാം എഴുതുവാൻ വേണ്ടി വന്ന മെഡിക്കൽ സ്റ്റുഡൻസ് ആയിരുന്നു. ചിലർ PG എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന സ്റ്റുഡൻസ് ആയിരുന്നു. ഇവരുടെ മെസ്സ് അടക്കം ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇതിൽ 2 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചു. 9 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ചിലർ ഇപ്പോഴും ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ. ഇതനുസരിച്ച് NDRFിൻ്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 5 നില കെട്ടിടമാണ്. സ്വാഭാവികമായും അത് മാറ്റി ഈ അവശിഷ്ടങ്ങളും അതേപോലെ തന്നെ അതിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുവാൻ സമയം വേണ്ടിവരുമെന്നുള്ളതാണ്. ഫയർഫോഴ്സും സജീവമായി തന്നെ രംഗത്തുണ്ട്. കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം അടക്കം ഈ കെട്ടിടം തകരാൻ ഇടയാക്കിയെന്നുള്ളതാണ് പ്രാഥമിക വിവരം. ഏതായാലും മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഭരണകൂടം വ്യക്തമാക്കുന്നത് കെട്ടിടത്തിന് കാലപ്പഴക്കമുണ്ടായിരുന്നു. ഈ കെട്ടിടം ഒഴിപ്പിക്കണം, അല്ലെങ്കിൽ ആ കെട്ടിടത്തിൽ ആൾക്കാരെ താമസിപ്പിക്കരുത് എന്ന് കെട്ടിട ഉടമയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അത് പാലിക്കപ്പെടാതെ ഇരുന്നതാണ് ഈ അപകടത്തിലേക്ക് വഴി നയിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും പറയപ്പെടുന്നത്. ഏതായാലും 9 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. 2 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അശ്വതി, ശരി, 2 പേർക്ക് ജീവൻ നഷ്ടമായി. അതേസമയം തന്നെ കൂടുതൽ പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നത് ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. നന്ദനാണ്. പരിക്കേറ്റവരൊക്കെ വളരെ പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കാം. അതെ.